യാത്ര കടന്നുപോകുന്ന വഴികളിലെ കടയുടമകളെ തിരിച്ചറിയാൻ QR കോഡ് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് MM സുന്ദരേഷ്, N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. അങ്ങനെ വിവാദങ്ങളിലും അക്രമ പരമ്പരകളുടെ ഭാഗമാണ് കാവടി യാത്ര അഥവാ കൻവർ യാത്ര. എന്താണ് ഈ കൻവർ യാത്ര? എങ്ങനെ ഒരു വിവാദ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളെയും പ്രേരിപ്പിച്ചത് എന്താണ്? പരിശോധിക്കാം. കോഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കൻവർ യാത്ര ജൂലൈ 11 മുതൽ ജൂലൈ 23 വരെയാണ്. ഹിന്ദു ഐതിഹ്യ പ്രകാരം ശ്രാവണ മാസത്തിലാണ് കൻവർ യാത്ര നടക്കുക. പരമ്പരാഗതമായി കാവ്യവസ്ത്രം ധരിച്ച ഭക്തർ വിവിധ ശിവക്ഷേത്രങ്ങളിലേക്ക് ഗംഗാജലവുമായി നഗ്നപാതരായി നടന്നിരുന്നുവെങ്കിലും യാത്ര ഇപ്പോൾ പലപ്പോഴും ട്രക്കുകളിലും മറ്റ് വാഹനങ്ങളിലുമാണ് നടത്തിവരുന്നത്. ഭക്തർ കൻവറുകൾ എന്നറിയപ്പെടുന്ന കാവടികളുടെ ഇരുഭാഗങ്ങളിലും സമതുലിതമായി ഗംഗാജലം എടുത്ത് അത് തോളിൽ ചുമന്നാണ് യാത്ര ചെയ്യുക. കൻവാരികൾ എന്നാണ് ഈ തീർത്ഥാടകർ അറിയപ്പെടുന്നത്. മീററ്റിലെ പുരി മഹാദേവ ക്ഷേത്രം, ഓഗർനാഥ് ക്ഷേത്രം, വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം, ഝാർഖണ്ഡിലെ ദിയോഘറിലെ ബൈദ്യനാഥ് ധാം തുടങ്ങിയ ക്ഷേത്രങ്ങളിലോ ഭക്തന്റെ പ്രാദേശിക പട്ടണത്തിലോ വരെ ഈ ക്ഷേത്രങ്ങളിൽ ശിവന് ഗംഗാജലം സമർപ്പിക്കാം. കാളകൂട വിഷം കഴിച്ചപ്പോൾ ശിവനിലുണ്ടായ വിഷപ്രഭാവം ഇല്ലാതാക്കാൻ മുളം തണ്ടിൽ വിശുദ്ധമായ ഗംഗാജലം കൊണ്ടുവന്ന് പരശുരാമൻ അഭിഷേകം ചെയ്തെന്നാണ് കൻവർ യാത്രയ്ക്ക് പിന്നിലെ ഐതിഹ്യമായി പറയപ്പെടുന്നത്. വിശ്വാസികൾക്ക് പരശുരാമനാണ് ആദ്യത്തെ കൻവർ യാത്രികൻ. അതിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടാണ് വർഷാവർഷങ്ങളിൽ യാത്ര നടത്തുന്നത് എന്ന് പറയുന്നു. മതഗ്രന്ഥങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും കൻവർ യാത്രയെക്കുറിച്ച് പരാമർശങ്ങൾ വിരളമാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ മിടുക്കരായിരുന്ന ബ്രിട്ടീഷുകാർ പോലും കൻവർ യാത്രയെക്കുറിച്ച് വിവരിച്ചിട്ടില്ലെന്നാണ് അലഹബാദ് സർവകലാശാലയിലെ പുരാതന ചരിത്ര പ്രൊഫസറും സൊസൈറ്റി ഓഫ് പിലിഗ്രിമേജ് സ്റ്റഡീസിന്റെ ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ DP ദുബെ പറഞ്ഞത്. കൻവർ യാത്ര 1700കളിൽ ബീഹാറിലെ സുൽത്താൻഗഞ്ചിലാണ് ഉത്ഭവിച്ചതെന്നും പറയപ്പെടുന്നു. ശിവൻ ഒരു തപസ്വിയാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ശിവഭക്തർ കൻവർ യാത്രയിൽ ഉടനീളം അച്ചടക്കം അടക്കമുള്ള സന്യാസ മൂല്യങ്ങൾ പാലിക്കണമെന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. പക്ഷെ വളരെ അധികം കാലമായി ഇങ്ങനൊരു രീതിയല്ല കണ്ടുവരുന്നത്. ഉത്തരാഖണ്ഡ്, UP, ബീഹാർ, ഝാർഖണ്ഡ്, ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്രയിൽ കൊടിയ അക്രമ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം കൻവർ യാത്രയുടെ തുടക്കത്തിൽ തന്നെ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെ ഇറച്ചിക്കടകൾ അടച്ചിടണമെന്ന വിചിത്രമായ ഉത്തരവാണ് UPയിലും ഡൽഹിയിലും അടക്കം പ്രാദേശിക ഭരണകൂടങ്ങളും BJP ജനപ്രതിനിധികളും പുറപ്പെടുവിച്ചിരുന്നത്. ഡൽഹിയിൽ അങ്ങനെ ഒരു ഉത്തരവ് വാക്കാൽ പറഞ്ഞത് BJP മന്ത്രി കപിൽ മിശ്രയാണ്. മിക്ക ഇറച്ചിക്കടകളും നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിന് അദ്ദേഹം നൽകിയ വിശദീകരണം. പിന്നീട് അങ്ങനെ ഒരു ഉത്തരവില്ലെന്ന വിശദീകരണവുമായി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ രംഗത്ത് വരേണ്ട സാഹചര്യം വരെ ഉണ്ടായി. ഡൽഹിയിൽ യാത്ര പോകുന്ന ഇടങ്ങളിലെ മദ്യക്കടകളും ഇറച്ചിക്കടകളും അടച്ചിടണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചത് BJP MLA ജഗ്പുര തർവീന്ദർ സിംഗ് മർവാഹാണ്. കൻവർ യാത്രാ വഴിയിലെ ഭക്ഷണക്കട ഉടമകൾ പേരുവിവരം വെളിപ്പെടുത്തുന്ന ബോർഡ് വെക്കണമെന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവ് വന്നു. സുപ്രീം കോടതി അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. കട ഉടമകളുടെയും സ്ഥാപനത്തിലെ ജോലിക്കാരുടെയും പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നായിരുന്നു സർക്കാർ ഉത്തരവ്. വിഷയത്തിൽ UP, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ഉണ്ടായിരിക്കുന്നു. മുസാഫർ നഗറിൽ ഭക്ഷണത്തിൽ ഉള്ളിയിട്ടതിന്റെ പേരിൽ ഒരു ധാബ തന്നെ അടിച്ചു തകർത്തു കൻവാരികൾ എന്നറിയപ്പെടുന്ന ഈ തീർത്ഥാടകർ. ഒരു മുസ്ലിം ധാബ തൊഴിലാളിയെ ആക്രമിച്ചു. മുസ്ലിമാണെന്ന് ഉറപ്പിക്കാൻ അക്രമികൾ തന്റെ പാൻഡൂരി മാറ്റിയതായി തൊഴിലാളി ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ വെളിപ്പെടുത്തലിൽ പറയുന്നു. ഹരിദ്വാറിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയെ മർദ്ദിച്ചു. സ്ത്രീകൾ അടക്കമുള്ള തീർത്ഥാടകർക്ക് ഇതിൽ പങ്കുണ്ട്. യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന പാതയിലൂടെ പോയ കാറുകൾ നശിപ്പിക്കുകയും യാത്രക്കാരെ ആക്രമിക്കുകയും ചെയ്തതിന് 8 യാത്രക്കാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മുസാഫർ നഗറിൽ കാർ യാത്രക്കാരനായ മുസ്ലിം ചെറുപ്പക്കാരന്റെ കാറ് തല്ലി തകർത്ത് അവനെ കൂട്ടം ചേർന്ന് തല്ലുന്ന കൻവാരികളുടെ ദൃശ്യങ്ങൾ ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൻവാർ യാത്ര തുടങ്ങി 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും 170 കൻവാരികൾക്കെതിരെയാണ് ഗുണ്ടായിസത്തിനും കലാപാഹ്വാനത്തിനും ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കൻവർ യാത്രയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുകയും അതിൽ പങ്കെടുക്കുന്ന കൻവാരികളെ ഗുണ്ടകളായി മുദ്രകുത്തുകയും ചെയ്യുന്നുവെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അവിടവിടങ്ങളിൽ ഉണ്ടാകുന്ന അക്രമങ്ങളെ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്നുവെന്ന ആരോപണവും ഉയർത്തുന്നു.
ഇന്ത്യയുടെ പൈതൃകത്തെ എല്ലാവിധവും അപമാനിക്കാനുള്ള ശ്രമമാണെന്നൊക്കെയാണ് യോഗി പറയുന്നത്. ഈ യാത്രയിലുടനീളവും ഏറ്റവും കൂടുതൽ അക്രമ പരമ്പര നടക്കുന്നത് യുപിയിലും ഉത്തരാഖണ്ഡിലുമാണെന്നത് വസ്തുതയാണെന്നിരിക്കെയാണ് അദ്ദേഹം ഈ പരാമർശം നടത്തുന്നത്. കൻവാരികൾ നടത്തുന്ന ഈ അക്രമങ്ങൾക്ക് BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ മൗന സമ്മതം കൂടെ ഉണ്ട് എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന സന്യാസി വര്യർ കൂട്ടം ചേർന്ന് സമാധാനപരമായി നടത്തിയിരുന്ന ഒരു പരിപാടിയാണ് കൻവാരി യാത്ര. ഇത്ര കണ്ട് ആഘോഷപൂർവ്വമോ അക്രമാസക്തമോ ഒന്നുമല്ലായിരുന്നു അത്. മുൻപ് പറഞ്ഞല്ലോ, സ്വന്തം ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളിൽ പോലും പോയി ചെയ്യാവുന്ന ഒന്ന്. പക്ഷെ വളരെ കുറച്ചു നാളുകളായി മാത്രം അതിന്റെ രൂപവും കോലവും എല്ലാം മാറിയിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ അത് കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. മാറിയ ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളെ താലോലിക്കും വിധം അതിനെ വേദി ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.